Hello, Tutorium ഓൺലൈനിലേക്ക് സ്വാഗതം. India's number one test preparation platform. This is Gayatri Jaykumar, one of the lead English trainers for Tutorium. I've flaunt over 12 years of training experience in India and Dubai. I am also a published author with my poetry collection titled The Blossoms in the Mist, and also the IELTS Treasury, which is a vocabulary and conceptual guide for IELTS test preparation. So in this video, we'll be looking at the common questions and also question types and topics for CLAT. സോ ക്ലാറ്റിൽ ശരിക്കും ആ ഒരു പേപ്പർ എടുക്കുമ്പോൾ തന്നെ അതിന്റെ ഏകദേശം 20%ഓളം ഇംഗ്ലീഷ് തന്നെയാണ്. പ്ലസ് ബേസിക്കലി ആ എൻറ്റയർ പേപ്പർ നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഹവ് യു വർക്ക് ഫോർ ക്ലാറ്റ് ഇസ് ഹവ് യു സോർട്ട് ഓഫ് കോംപ്രിഹെൻഡ് ദ കൈൻഡ് ഓഫ് ടെക്സ്റ്റ് ഗിവൺ. ലീഗൽ പേപ്പർ ആണെങ്കിലും എന്ത് ടൈപ്പ് സെക്ഷൻ ആണെങ്കിലും ജനറൽ നോളജ് ആണെങ്കിലും ലീഗൽ ആണെങ്കിലും അതിൽ കൊടുത്തിരിക്കുന്ന ഒരു പാസേജിനെ ഹൗ ഡു യു കോംപ്രിഹെൻഡ് എന്നതിനെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ മാർക്സ്. സോ ബേസിക്കലി ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ തന്നെയാണ് ഫുൾ ക്ലാറ്റിൽ നിങ്ങൾക്ക് വേണ്ടത്. അതിൽ ഇംഗ്ലീഷ് പേപ്പറിൽ വാട്ട് കൈൻഡ് ഓഫ് ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഡു യു ഫേസ്, അതാണ് ഈ വീഡിയോയുടെ മെയിൻ ഫോക്കസ്. So first off, if we look at the English sections overview, or like if you look at the structure, അതിനകത്ത് കണ്ടംപററി ആൻഡ് ആക്സസിബിൾ ആയിട്ടുള്ള പാസേജസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. മിക്കവാറും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് 4 to 6 പാസേജസ് മിക്കവാറും ഒരു സെറ്റിൽ കാണാറുണ്ട്. സോ അതിൽ തന്നെ ഒരു പാസേജിൽ നിന്ന് യു വിൽ ഹാവ് അറൌണ്ട് 4 to 6 questions as well. Now, what kind of passages? This is the most confusing question of all. എന്ത് ടൈപ്പ് പാസേജിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? ബേസിക്കലി ക്ലാറ്റിൽ വരുന്ന പാസേജസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ന്യൂസ് പേപ്പർ, ഹിന്ദു പോലത്തെയൊക്കെ ന്യൂസ് പേപ്പറിലെ അതിൽ വരുന്ന എഡിറ്റോറിയൽസ് അല്ലെങ്കിൽ ഒപ്പീനിയൻ പീസസ്. സോ ഒപ്പീനിയൻ പീസസ് ബേസിക്കലി നിങ്ങൾ ആ എഡിറ്റോറിയലിന്റെ തന്നെ സൈഡിൽ വരുന്ന ആർട്ടിക്കിൾസിലെ അങ്ങനത്തെ ആർട്ടിക്കിൾസ് ആകാം. ഇൻഡിവിജ്വൽസ് എഴുതുന്നത്, അതായത് റിപ്പോർട്ടിംഗ് അല്ല, ഓരോരുത്തർ ഓരോ ടോപ്പിക്കിൽ അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ പോലെ എഴുതുന്ന ലോങ് പീസസിലെ അങ്ങനത്തെ ആർട്ടിക്കിൾസിന്റെ എക്സ്ട്രാക്ട് ആകാം. ഓർ ഇറ്റ് ക്യാൻ ബി എനി കൈൻഡ് ഓഫ് നോൺ ഫിക്ഷൻ. നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പം മോട്ടിവേഷണൽ ബുക്സിൻ്റെത് കുറവാണ്. അതല്ലാതെ തന്നെ ഈ ബയോഗ്രഫീസ്, ബേസിക്കലി നോവൽ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി അല്ലാതെ വരുന്ന പീസസ് ഓഫ് ലിറ്ററേച്ചർ ഇല്ലേ, ഈവൻ നോവൽസ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസിൽ തന്നെ ചെറിയ എക്സ്ട്രാക്ട്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടുതൽ നിങ്ങൾക്ക് നോൺ ഫിക്ഷൻ ആണ് വരുന്നത്. മോസ്റ്റ്ലി ബയോഗ്രഫീസ് ഒക്കെയാണ്, മെമ്മോസ്, അതിൻ്റെയൊക്കെ എക്സ്ട്രാക്ട്സ് ആണ് കൂടുതലും ലിറ്റററി ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന പാസേജസ് ഫോർ ക്ലാറ്റ്. സോ ഔട്ട് ഓഫ് ദീസ് വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡു യു ഫേസ്? ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ടോപ്പിക്സും നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇനിയും ഇതില് one thing to completely understand is that CLAT English section is never about grammatical rules or grammatical structures or anything. നിങ്ങൾക്കെല്ലാം ഓപ്ഷൻസ് ആണ് തരുന്നത്. Like you have a question along with a few options. So it's all about understanding, interpreting, analyzing the text, and figuring out what are the author's intent in the passage. So basically നിങ്ങളുടെ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, എഴുതാതെ പറയുന്ന കാര്യങ്ങളില്ലേ അതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു പാസേജിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്തിട്ട് അവർ ചോദിക്കുന്നത്. അതൊരു പക്ഷേ വേർഡ്സ് റിലേറ്റഡ് ആയിരിക്കാം, അതൊക്കെയാണ് നമുക്ക് വൊക്കാബുലറിയിലൊക്കെ വരുന്നത്. അതല്ല ഗ്രാമർ റിലേറ്റഡും ആകാം, ലൈക്ക് മൊഡാൽസ് ഓർ ക്വസ്റ്റ്യൻ ടാഗ്സ് പോലെ ഗ്രാമർ റിലേറ്റഡും ആകാം. പക്ഷേ സ്ട്രിക്ട്ലി ഗ്രാമർ ബേസ്ഡ് ഒരു ടെസ്റ്റ് അല്ല നിങ്ങൾക്ക് ക്ലാറ്റ്. അതിൽ തന്നെ ഇംഗ്ലീഷ് സെക്ഷൻ ആണെങ്കിൽ പോലും ഗ്രാമറിൽ ഒരുപാട് ഫോക്കസ് ഇല്ല. ബട്ട് ഈവൻ ദെൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഗ്രാമർ, ഓൺലി ദെൻ വിൽ യു ബി ഏബിൾ ടു ആൻസർ സം ഓഫ് ദ ക്വസ്റ്റ്യൻസ്. പക്ഷെ കൂടുതലും നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ക്ലാറ്റിന്റെ ഇംഗ്ലീഷ് പേപ്പറിൽ വരുന്നത്. ഹിയർ ആസ് ഐവ് മെൻഷൻഡ്, ന്യൂസ് പേപ്പേഴ്സിലെ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് പോലത്തെ ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന ആർട്ടിക്കിൾസ് മോസ്റ്റ്ലി ലീഗൽ ഓർ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും അതിൽ വരുന്നത്. ക്യാൻ ബി ഓൾസോ ബേസ്ഡ് ഓൺ എൻ ഇൻസിഡന്റ്, ലൈക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ കോസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ്. അതായത് ഈ ആക്സിഡന്റ് റിപ്പോർട്ടിംഗ് അങ്ങനത്തെ അല്ല കേട്ടോ. എന്തെങ്കിലും ഒരു സോഷ്യൽ മൂവ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആകാം, ഓർ എഡിറ്റോറിയൽസ് ആകാം, അങ്ങനത്തെ പീസസ് ആകാം. ദ ഹിന്ദി അല്ലെങ്കിൽ ദ ഇന്ത്യൻ എക്സ്പ്രസ് പോലത്തെ ഉള്ള ന്യൂസ് പേപ്പേഴ്സ് എന്ന് വരുന്നത്. And then you have got extracts from magazines like The Economist or Time or The Outlook പോലത്തെ മാഗസീൻസ് എന്നുള്ള എക്സ്ട്രാക്ട് ആകാം. ബുക്സിന്റെയും ഓൾറെഡി പറഞ്ഞു. എസ്സേസ്, ബേസിക്കലി ഒരുപാട് എസ്സേസിന്റെ എക്സ്ട്രാക്ട്സ് ഇതുവരെയുള്ള ക്ലാറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് ദെൻ ബയോഗ്രഫീസ്, മെമ്മോയിർസ്, ഇതൊക്കെ ബുക്സിൽ നിന്ന് വരുന്ന
പാർട്സ് ആണ്. ഒരു സെക്ഷൻ കൂടി ഉണ്ട്, ചില ലിറ്റററി വർക്ക്സിന്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, അല്ലെങ്കിൽ ക്രിറ്റിസിസം. അത് ചിലപ്പോൾ ഒറ്റ വർക്കിന്റെ മാത്രമായിരിക്കില്ല, ഒരേ റോണറിൽ പെടുന്ന അല്ലെങ്കിൽ ഒരേ ലെറ്റ്സ് സേ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഒരേ തീം ഡീൽ ചെയ്യുന്ന ഒന്ന് രണ്ട് വർക്ക്സിനെ ഒരുമിച്ചെടുത്തിട്ടുള്ള ഒരു സ്റ്റഡി ആകാം, അതിന്റെ ഒരു ചെറിയ എക്സ്ട്രാക്ട് ആകാം. ഇങ്ങനത്തെയൊക്കെ ആണ് കൂടുതലും ഇംഗ്ലീഷിൽ വരുന്ന പാസേജസ്. Now let's look at the topics and the question content for CLAT. നമുക്കത് ഓരോന്നോരോന്ന് സെക്ഷന് ഞാനത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും നമുക്ക് ആ സെക്ഷൻ ബൈ സെക്ഷൻ കാറ്റഗറി അനുസരിച്ചിട്ട് തന്നെ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. സോ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് ത്രൂ ഔട്ട്. നിങ്ങൾക്ക് ക്ലാറ്റിന് ഇംഗ്ലീഷ് പേപ്പർ അല്ല, വേറെ ഏത് പേപ്പർ എടുത്താൽ പോലും ദി എൻറ്റയർ തിങ് ഇസ് സ്ട്രക്ചർഡ് ഇൻ എ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫോർമാറ്റ്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു പാസേജ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു എക്സ്ട്രാക്ട് കാണും, ആൻഡ് ദെൻ യു വിൽ ഹാവ് ടു understand what the passage or what the text is talking about. You'll have to answer the questions. So basically you have got passage based MCQs. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും, റാൻഡം ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല. ആൻഡ് ദെൻ ഇൻഫറൻസസ്. സോ ആ ഒരു പാസേജിന്റെ ഇൻഫറൻസസ്, മെയിൻ ഐഡിയ എന്താണ്, ടോൺ എന്താണ്, ആർഗ്യുമെന്റ്, ആ പാസേജിൽ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റിന്റെ അനാലിസിസ് മനസ്സിലാക്കുക, സമറി, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്. സോ പാരഫ്രേസിംഗ് പോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പാരഫ്രേസ് ചെയ്യണം എന്നല്ല, ഈ ടെക്സ്റ്റ് ഏറ്റവും നല്ലപോലെ കാണിക്കുന്ന, ലൈക്ക് വിച്ച് ഓഫ് ദീസ് phrases or which of these sentences summarizes this particular paragraph or the particular extract എന്നുള്ള രീതിയിൽ 4 ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാം. സോ അങ്ങനെ സമ്മറി അനാലിസിസ് ഓർ സമ്മറി നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് തന്നിട്ടുള്ള ഓപ്ഷൻസ് നിന്ന്. സോ ഓൾ ദീസ് പാസേജസ്, ലൈക്ക് ഐ സെഡ്, യു വിൽ ഹാവ് അറൌണ്ട് 4 to 6 പാസേജസ്. അതൊരു 400 or let's say 350 to 450 വേർഡ്സിന്റെ ഒരു പാസേജ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. സോ as I've mentioned, all the questions will be in the reading comprehension format. Okay. അതിൽ തന്നെ വൊക്കാബുലറി. സോ വൊക്കാബുലറി ടോപ്പിക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വൺ ഇസ് കോണ്ടെക്സ്ച്വൽ സിനോണിംസ്. See, one thing that you need to realize when it comes to CLAT is that every question is based on the context, is based on the passage. ആ തന്നിരിക്കുന്ന പാസേജിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ആക്ച്വലി റെയർ ഒന്നുമല്ല, അത് അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ്. ഓൾ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഗെറ്റ് ആർ ബേസ്ഡ് ഓൺ ദ പാസേജ് ഗിവൻ, ദി എക്സ്ട്രാക്ട്സ് ഗിവൻ. സോ ആ ഒരു പാസേജിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ആ പാസേജ് ബേസ് ചെയ്തിട്ട് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. അല്ലാത്ത നിങ്ങളുടെ എന്താ പറയാ, നമ്മൾ വെളിയിൽ നിന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ ജനറൽ നോളജ് വെച്ചിട്ടൊന്നും നമ്മളത് ആൻസർ ചെയ്യാൻ നിൽക്കരുത്. സോ ഈവൻ അതിനകത്ത് കൊടുത്തിരിക്കുന്ന വൊക്കാബുലറി പോലും കോണ്ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന വൊക്കാബുലറി ബേസ് ചെയ്തിട്ടാണ്. Something that I want you to be really careful about is that നമ്മൾ ഒരു വേർഡ് എടുക്കുമ്പോൾ a single word may have multiple synonyms and multiple antonyms in English. നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസ് പോലെ അല്ല ഇംഗ്ലീഷിന് വരുന്നത്. ഇന്ത്യൻ ലാംഗ്വേജിൽ നമ്മൾ ഒരു വേർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏത് സിനോണിം എടുത്താലും അത് ഈക്വൽ ടു ഇട്ടാണ് നമ്മൾ എഴുതുന്നത്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കില്ലേ, സൂര്യൻ ഇസ് ഈക്വൽ ടു അരുണൻ, അർക്കൻ, ആദിത്യൻ. ഇതിൽ ഞാൻ സൂര്യൻ എന്ന് യൂസ് ചെയ്തിട്ടുള്ള ഏതൊരു സെന്റൻസ് എടുത്തിട്ട് അതിന് പകരം അരുണൻ ഓർ അർക്കൻ അല്ലെങ്കിൽ ആദിത്യൻ എടുത്ത് റീപ്ലേസ് ചെയ്താലും സെന്റൻസ് വിൽ സ്റ്റിൽ ബി റൈറ്റ്. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിലെ സിനോണിംസ് ആണെങ്കിൽ സെയിം മീനിങ് അല്ല, സിമിലർ മീനിങ് ആണ്. സോ അക്കോർഡിംഗ് ടു കോണ്ടെക്സ്റ്റ് ആ മീനിങ്ങിന്റെ ഇഫക്റ്റ് മാറും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വേർഡ് എടുക്കുമ്പോൾ അതിന്റെ സിനോണിംസ് ആൻഡ് ആന്റോണിംസ് നോക്കുമ്പോൾ യു കെൻ സീ ദാറ്റ് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ് അതിന്റെ സിനോണിംസും ആന്റോണിംസും മാറിക്കൊണ്ടേയിരിക്കും. മൾട്ടിപ്പിൾ മീനിങ്സും മൾട്ടിപ്പിൾ ഫങ്ഷൻസും ഇംഗ്ലീഷ് വേർഡ്സിന്റെ ഒരു പ്രത്യേകതയാണ്. സോ അതിൽ തന്നെ കോണ്ടെക്സ്ച്വൽ സിനോണിം അല്ലെങ്കിൽ കോണ്ടെക്സ്ച്വൽ ആന്റോണിം, ആ സെന്റൻസ് അനുസരിച്ചുള്ള സിനോണിം ആന്റോണിം ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കേണ്ടത്. Like in the options, you may have other synonyms and antonyms of the same word. Okay, പക്ഷേ അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ മാച്ച് ആവില്ലായിരിക്കും. ഔട്ട് ഓഫ് ഓൾ ദി ഓപ്ഷൻസ് only one option will be a very good match for that particular word, like synonym match for that particular word in that context. So you'll have to make sure നിങ്ങൾ ഈ കോണ്ടെക്സ്ച്വലി മീനിങ് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം whenever you practice for your class. So contextual synonyms and antonyms, idioms and phrases. Idioms, phrasal verbs ഒക്കെ വളരെ കോമൺ ആണ്. It's definitely given in the text. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. And then you will have a question based on like idioms or phrase എന്നുള്ള രീതിയിൽ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാനായിരിക്കും. ലൈക്ക് യു മേ ഹാവ് എ ഫ്രേസ് ഗിവൻ, ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഫ്രേസൽ വേർബ് ഓർ ഇഡിയം എന്താണ്, അല്ലെങ്കിൽ ഒരു ഇഡിയം ഓർ ഫ്രേസൽ വേർബ് ഓൾറെഡി ആ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും, അതിന്റെ മീനിങ് എന്താണ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും.
ലീഗൽ വൊക്കാബുലറി, ലീഗൽ ടേംസ്, അതെന്തായാലും നിങ്ങൾ ലീഗൽ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ യു വിൽ ബി നോട്ടീസിങ് ദാറ്റ് ഐം ഷുവർ. പക്ഷെ എന്നാലും ലീഗൽ വൊക്കാബുലറി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ ഒരുപാട് നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട. ആസ് ഇഫ് മെൻഷൻഡ്, ഇത് ഓൾറെഡി ടെക്സ്റ്റിൽ മെൻഷൻഡ് ആയിരിക്കും. കോൺടെക്സ്റ്റ് അനുസരിച്ചിട്ടാണെങ്കിലും യു വിൽ ബി ഏബിൾ ടു ഫിഗർ ഔട്ട് മീനിങ്. കൺഫ്യൂസ്ഡ് വേർഡ്സ്, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. സാധാരണ നമ്മൾ സ്പെല്ലിംഗ് ചിലപ്പോൾ സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെല്ലിംഗ് സിമിലർ ആയിരിക്കാം, അല്ലെങ്കിൽ സൗണ്ട് സെയിം ആയിരിക്കാം. അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട്. സിമ്പിൾ എക്സാമ്പിൾ ഓഫ് ദിസ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂവൽ. ഓക്കെ, കണ്ടിന്യൂസ് എന്നുള്ളതും കണ്ടിന്യൂവൽ എന്നുള്ളതും വ്യത്യാസമുണ്ട് മീനിങ്. സോ ഇതൊക്കെ പ്രത്യേകിച്ച് ലീഗൽ കോണ്ടെക്സ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ മീനിങ് ഡിഫറൻസ്, അതിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ലൂപ്പ് ഹോൾസ് വരെ കൊണ്ടുവരാൻ പറ്റുന്ന ടൈപ്പ് വേർഡ്സ് ആണ് കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂവൽ. സോ ഇതുപോലത്തെ കോമൺലി കൺഫ്യൂസിങ് വേർഡ്സ് നോട്ട് ചെയ്തേക്കുക. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇത് രണ്ട് രീതിയിലും തരാം കേട്ടോ. Like you may have a phrase from the passage, and then you will have a couple of words given in your options. Which word can effectively replace this phrase in the passage? Or it can be the other way around. A word may be given from the passage. Which of these phrases can replace this word effectively in the passage? എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ രണ്ട് രീതിയിലും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തരാം. ആൻഡ് ദെൻ ആക്രോണിംസ്, ചെറിയ ഷോർട്ട് ഫോംസ് പാസേജിൽ തന്നെ കാണും. ആൻഡ് ദെൻ യു വിൽ ഹാവ് ടു ഫിഗർ ഔട്ട് വാട്ട് ദി ആക്രോണിം വിൽ ബി. പക്ഷെ മിക്കവാറും നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ അത്, പാസേജിൽ തന്നെ അത് കാണും. യു ജസ്റ്റ് ഹാവ് ടു ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. സോ വിച്ച് ഇസ് വൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ പാസേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതാണ് വൊക്കാബുലറിയിൽ കൂടുതലും വരുന്ന questions. And then you have argument analysis. In fact, argument analysis ആണ് ശരിക്കും ഈ കോംപ്രിഹെൻഷന്റെ ബേസ് എന്ന് പറയുന്നത്. Most of the questions are based on these. So this is where you have to evaluate arguments, identify assumptions, strengthening. Okay, so ഇതെങ്ങനെയാണെന്നറിയോ? ഒരു സ്റ്റേറ്റ്മെന്റ് ആ പാസേജിൽ നിന്ന് തരും, എന്നിട്ട് ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് തന്നിട്ട് വിച്ച് ഓഫ് ദീസ് ഓപ്ഷൻസ് will strengthen this argument or weaken this argument. Okay, strengthen this argument ഒരു question or weaken the argument മറ്റൊരു question. സോ ഈ രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആർഗ്യുമെന്റ് അനാലിസിസ് വരുന്നത്. ഓക്കെ, ഐഡന്റിഫൈങ് അസെപ്ഷൻസ്, ബേസിക്കലി വാട്ട് ക്യാൻ യു അസ്യൂം ഓക്കെ ഫ്രം ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് വാട്ട് ക്യാൻ യു അസ്യൂം എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കാണും. യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ആൻഡ് ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. And then the next kind is grammar. So grammar ആയിട്ട് നമുക്ക് ഒരിക്കലും ലാംഗ്വേജിൽ ഒരു കളിയില്ല. ബട്ട് ദി ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഗ്രാമറിനെ അങ്ങനെ ചോദിക്കുന്ന ഒരു ചാൻസ് ക്ലാറ്റിൽ വളരെ കുറവാണ്. സോ ബേസിക്കലി യു ഹാവ് ക്വസ്റ്റ്യൻസ് ലൈക്ക് സെന്റൻസ് കറക്ഷൻ ഓർ എറർ സ്പോട്ടിംഗ്, ടെൻസസ്, സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്, വോയിസസ്, ആക്റ്റീവ് ഓർ പാസീവ് വോയിസ്, നറേഷൻ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്സ്, മൊഡാൽ വെർബ്സ്, വാസ്, ഷുഡ്, വിൽ, അങ്ങനത്തെയൊക്കെ വേർഡ്സ് ഇല്ലേ, ഓട്ട് ടു, മസ്റ്റ്, മൈറ്റ്, അതൊക്കെയാണ് മൊഡാൽ വേർബ്സ് വരുന്നത്. സോ ഇതിനെയൊക്കെ ബേസിക്കുള്ള ക്വസ്റ്റൻ ആയിരിക്കും. ഇതെല്ലാം കൂടുതലും ക്ലോസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇറങ്ങി തരുന്നത്. ആസ് ഐ ഓൾറെഡി മെൻഷൻ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ കാണും ആൻഡ് ദെൻ യു ഹാവ് ടു ചൂസ് ദി ഓപ്ഷൻസ്. MCQs ആയിട്ട് തന്നെയാണ് ഇതെല്ലാം ക്വസ്റ്റൻസ് വരുന്നത്. എറർ സ്പോട്ടിംഗ് ഒക്കെ അല്ലെങ്കിൽ സെന്റൻസ് കറക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ കാണും ആൻഡ് ദെൻ യു വിൽ ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഓക്കെ, ഇതിൽ ഈ സെന്റൻസിന്റെ ഏത് ഭാഗമാണ് എറർ ഉള്ളത്, അല്ലെങ്കിൽ ഈ സെന്റൻസിന്റെ ഏത് ഭാഗമാണ് കറക്ഷൻ വരേണ്ടത്, ആൻഡ് ദെൻ യു വിൽ ഹാവ് എ കപ്പിൾ ഓഫ് ചോയ്സസ്. അതിൽ നിന്ന് ചൂസ് ചെയ്യാം. That's how you have grammar questions. But even here, like you will have to have a very good base on grammar. നിങ്ങൾക്ക് ഗ്രാമർ എന്താണ് അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ഫോം എന്ന് അറിഞ്ഞാൽ മാത്രമേ യു ബി ഏബിൾ ടു ചൂസ് ദ റൈറ്റ് ആൻസർ. സോ യെസ്, യു ഹാവ് ടു ഫോക്കസ് ഓൺ ഗ്രാമർ. ബട്ട് നിങ്ങൾ ഗ്രാമറിന്റെ തിയറി ഒന്നും ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പഠിച്ചാൽ തന്നെ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. And then there are idioms and phrases, as I've already mentioned. Idioms and phrases നിങ്ങൾക്ക് പാസേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. റാൻഡംലി ഏതെങ്കിലും ഒരു ഇഡിയം ഓർ ഫ്രേസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരില്ല. ഇഡിയംസ് ലൈക്ക് ഒരു ഇഡിയം കൊടുത്തിട്ട് പാസേജിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു ഇഡിയം ആയിരിക്കും എന്നല്ല, ആണ് പാസേജിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു ഇഡിയം ഓർ ഫ്രേസൽ വേർബ് ആയിരിക്കും, ഓർ ഫ്രേസസ് ആകാം, ഫ്രേസ് ആകാം. ആൻഡ് ദെൻ യു വിൽ ഹാവ് ടു സെലക്ട് വാട്ട് ഇസ് ദ റൈറ്റ് മീനിങ്. ഓക്കെ, ഓർ ഒരു ഇഡിയം ഓർ ഫ്രേസ് തന്നിട്ട് ഇതിൽ ഏത് സെന്റൻസിനാണ് ഇത് ഏറ്റവും കൂടുതൽ പാസേജിൽ ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ദെൻ ടോൺ ആൻഡ് സ്റ്റൈൽ, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അനാലിസിസ്, ആർഗ്യുമെന്റ് അനാലിസിസ് പറഞ്ഞ പോലെ തന്നെ ടോൺ ആൻഡ് സ്റ്റൈല് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഒന്നാണ്. ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ സിംപ്ലി റീഡ് ആൻഡ് പിക്ക് ഔട്ട് ഫ്രം ദി പാസേജ്. You will have to completely comprehend what is written in order to understand the tone and style.
സോ എന്ത് ടോണിലാണ് അല്ലെങ്കിൽ എന്ത് സ്റ്റൈലിലാണ് പാസേജ് എഴുതിയിരിക്കുന്നത്? ഇസ് ഇറ്റ് ഇൻ എ ക്രിട്ടിക്കൽ ഫോം? ഓക്കെ, ഒരു ക്രിറ്റിസിസം എന്നുള്ള രീതിയിലാണോ നിങ്ങൾക്ക് പാസേജ് എഴുതിയിരിക്കുന്നത്? ഓർ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണോ? ഓക്കെ, ഓർ എന്തെങ്കിലും ആനലൈസ് ചെയ്യുകയാണോ? അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുവാണോ? സോ ഈ രീതിയിലുള്ള സ്റ്റൈൽ ആൻഡ് ടോൺ ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. സോ എപ്പോഴും ശരിക്കും ഇന്റന്റ് പറയില്ലേ, എന്ത് ഉദ്ദേശത്തിലാണ് ഇത് എഴുതിയത്? So, ഏകദേശം അതെല്ലാം ഈ ടോൺ, സ്റ്റൈൽ, ഇതിന്റെ എല്ലാം ഉള്ളിൽ വരുന്ന ഒരു സെക്ഷനാണ്. സോ ഐഡന്റിഫൈങ് ദി ഓതേഴ്സ് ടോൺ ഓർ സ്റ്റൈൽ ഇൻ ദ പാസേജ്. അതുപോലെ തന്നെ എന്ത് ടൈപ്പ് ഇമോഷനിലാണ് ഇത് എഴുതിയിരിക്കുന്നത്? ഇസ് ഇറ്റ് ലൈക്ക് ഇൻ എ ബയസ്ഡ് ഫോം? എന്തിനെങ്കിലും പ്രത്യേകം സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ബയസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്? ഓർ ഡു യു ഫീൽ ആങ്കർ from the author's side when you're reading something? Or do you feel an emotional connection, as in, do you feel some sort of sorrow, or let's say some sort of happiness from the author's tone? അങ്ങനത്തെ ഒരു ടോൺ അല്ലെങ്കിൽ സ്റ്റൈൽ റെക്കഗ്നൈസ് ചെയ്യാൻ ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ ഇൻഫറൻസസ് ആൻഡ് കൺക്ലൂഷൻസ്. സോ ഇൻഫറൻസസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന കാര്യങ്ങളാണ്. ലൈക്ക് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് എന്താണ് എഴുതിയിരിക്കുന്നതിൽ നിന്ന് യു വിൽ ഹാവ് ടു ഐഡന്റിഫൈ. നിങ്ങൾക്ക് അല്ലാതെ എക്സ്പ്ലിസിറ്റ്ലി അത് കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്സ് ക്ലിയർ ആയിട്ട് കാണിക്കാം. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബെറ്റർ ദെൻ. സോ കൺക്ലൂഷൻ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു പാസേജ് അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് വാട്ട് കെൻ യു കൺക്ലൂഡ്? ഓക്കെ, ഇതെല്ലാം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഫറൻസസ് ആൻഡ് കൺക്ലൂഷൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ മെയിൻ ഐഡിയ ആൻഡ് സമ്മറി. സോ ഇത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് മാത്രമല്ല, ലൈക്ക് യു ക്യാൻ ക്ലിയർലി ലുക്ക് അറ്റ് ദ പാസേജ് ആൻഡ് യു ക്യാൻ ഫിഗർ ഔട്ട് വാട്ട് ദ മെയിൻ ഐഡിയ ഓർ ദ സമ്മറി ഇസ്. സോ ഐഡന്റിഫൈങ് ദ സെൻട്രൽ തീം or what is the basic summary of this paragraph or the entire extract. Runner identification. So എന്ത് റോണറിലാണ് ഇത് എഴുതിയിരിക്കുന്നത്? ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ദ പാസേജ്. സോ ഒരു ഇതെല്ലാം മിക്കവാറും സമ്മറി ആണെങ്കിലും ഓർ ലെറ്റ് സേ യു ഹാവ് സെൻട്രൽ തീമിന്റെ ആണെങ്കിലും ഓപ്ഷൻസ് കാണും. യു വിൽ ഹാവ് ടു ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അക്കോർഡിംഗ് ടു വാട്ട് ദ പാസേജ് ഇസ് അബൌട്ട്. ഓക്കെ, സോ ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഇൻഫറൻസിന്റെ അത്രയും നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് പോയാൽ തന്നെ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ സമ്മറി ഓർ ദി മെയിൻ ഐഡിയ. ടോപ്പിക് ഒക്കെ പറയില്ലേ, ലൈക്ക് വാട്ട് ഇസ് ദ ടോപ്പിക് ഡിസ്കസ്ഡ്, വാട്ട് ഇസ് ദ തീം ഡിസ്കസ്ഡ്, അതെല്ലാം ഇങ്ങനെ വരുന്നതാണ്. ആൻഡ് ദെൻ ലിറ്റററി ഡിവൈസസ് ഓർ ഫിഗറേറ്റീവ് സ്പീച്ച്. സോ ഇത് വളരെ ചുരുക്കം ചോദിക്കുന്നതാണ്, എല്ലാ പേപ്പറിലും കാണില്ല. ഈവൻ ദെൻ യു ഡു ഹാവ് നമ്മൾ സിമിലി, മെറ്റഫോർ എന്നൊക്കെ പറഞ്ഞ് പണ്ട് പഠിച്ചിട്ടില്ലേ പോയിട്രി പഠിക്കുമ്പോൾ? അതുപോലെ തന്നെ ഇതിൽ പോയിട്രി അല്ല നിങ്ങൾക്ക് തരുന്നത്. ബട്ട് ഈവൻ ദെൻ ഇൻ എൻ എസ്സേ ഓർ ലെറ്റ്സ് സേ ഇൻ എ ലിറ്റററി വർക്ക് യു വിൽ ഹാവ് ലിറ്റററി ഡിവൈസസ് യൂസ്. നമ്മൾ അല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ നമ്മൾ അതിൻ്റെ ടോൺ, ടൈറ്റിൽ, ഫിഗർ ഓഫ് സ്പീച്ച് ഇതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലിറ്റററി ഡിവൈസസ്, എന്ത് ലിറ്റററി ഡിവൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? സോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ലൈക്ക് മെറ്റഫർ ആണോ അല്ലെങ്കിൽ സിമിലി ആണോ, അങ്ങനത്തെ ലിറ്റററി ഡിവൈസസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ആൻഡ് സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ഓർ പാരജംബിൾസ്. സോ ഇതും എപ്പോഴും വരുന്നതല്ല, ഒക്കേഷണലി വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. വേറെ നിങ്ങൾക്ക് ഒരു ലെറ്റ്സ് സേ ഒരു മെമ്മോർ അല്ലെങ്കിൽ ഒരു കൂടുതലും മെമ്മോസ് അല്ലെങ്കിൽ ബയോഗ്രഫീസ്, ഈവൻ ഓട്ടോബയോഗ്രഫീസ് ഉണ്ട് കേട്ടോ. ഓട്ടോബയോഗ്രഫീസ് ആണെങ്കിലും ലെറ്റ്സ് സേ യു ഹാവ് എ പാരഗ്രാഫ് വേർ ദി ഓഥർ ഈസ് ടോക്കിംഗ് അബൌട്ട് മൾട്ടിപ്പിൾ ഇൻസിഡൻസ് ഇൻ ദെയർ ലൈഫ്. ഓക്കെ, ഇതെല്ലാം പല വർഷങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ഇതെല്ലാം പല ആ ഒരു സീക്വൻസിലായിരിക്കും നമുക്ക് പറഞ്ഞു പോകുന്നത്. സോ ഈ ഇയേഴ്സ്, ഓക്കെ, അതല്ല എങ്കിൽ ഈ ഇൻസിഡൻസിനെ വിൽ ബി ലിസ്റ്റഡ് ഔട്ട് ഇൻ ദി ഓപ്ഷൻസ്. ആൻഡ് ദെൻ ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ ഇന്ന ഓർഡർ ആണെന്നുള്ള അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് 4 ഓപ്ഷൻ കാണും. ഓക്കെ, ലൈക്ക് ലെറ്റ്സ് സേ എ ബി ഡി സി, ഡി സി ബി എ, ഡി എ ബി സി. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പല ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് കാണും. യു വിൽ ഹാവ് ടു ചൂസ് എ റൈറ്റ് വൺ. ഓക്കെ, സോ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കിയിട്ട് വിച്ച് ഹാപ്പൻഡ് ഫസ്റ്റ്, വിച്ച് ഇൻസിഡന്റ് ഹാപ്പൻഡ് ഫസ്റ്റ്, പറഞ്ഞ പോലെ ഇയർ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ സംഭവിച്ചതിന്റെ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, and then you'll have to find out which one. Like ഇയർ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കൂൾ, ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ. പക്ഷേ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ പാസേജിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്, നമുക്കിവിടെ ഇൻസിഡന്റ് മാത്രമേ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ. അതല്ലെങ്കിൽ ലൈക്ക് യു ഗെറ്റ് എ നമ്പർ ഓഫ് ഇയേഴ്സ് ആൻഡ് ലൈക്ക് ഇറ്റ്സ് ഈസി ടു റേഞ്ച്. സോ ഇത് അങ്ങനല്ല, യു വിൽ ഹാവ് ദ നമ്പർ ഓഫ് ഇയേഴ്സ്, ലൈക്ക് ഏത് ഇയറിലാണ് ഇതൊക്കെ സംഭവിച്ചത് വിൽ ബി ഇൻ ദ പാസേജ്, ആൻഡ് യു വിൽ ഹാവ് ടു ഫിഗർ ഔട്ട് വിച്ച് incident happened in which year, and you'll have to find out the right order. So അതൊക്കെയാണ് സെന്റൻസ് റീഅറേഞ്ച്മെന്റ്സ് ഓർ പാരാജംബേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത് ക്ലാസ്.
then there is a closed test. So fill in the blanks questions എല്ലാം closed test ആണ്. Basically നിങ്ങൾക്ക് fill in the blanks question തരും and then you will have options. ആ ഓപ്ഷൻസിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ബേസിക്കലി ക്ലോസ് ടെസ്റ്റ്. അതായത് fill in the blanks തന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാതെ ഇടില്ല. അതായത് ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഹാവ് ടു ലുക്ക് അറ്റ് ദ പാസേജ്, ഫൈൻഡ് ദ റാൻഡം വേർഡ് ആൻഡ് fill in the answer. You will be given a set of options like MCQ തന്നെയാണ്, and you will have to fill in the blanks according to what is given in the text. ഇതൊക്കെ വൊക്കാബുലറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞില്ലേ, അതെല്ലാം ക്ലോസ് ടെസ്റ്റിലായിരിക്കും വരുന്നത്. ലൈക്ക് യുൽ ഹാവ് എ ഡാഷ് there and then you will have to figure out which vocabulary, synonyms, antonyms ഒക്കെ വരുമ്പോഴേ you'll have to figure out which word will best suit that blank. Okay. Question tags are modal verbs or conditionals. Conditionals ഒക്കെ if clause ആണ്. if ഇങ്ങനെയാണെങ്കിൽ എന്താകും? Question tags നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, you are coming, aren't you? സോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. മൊഡാലിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു നേരത്തെ, ലൈക്ക് വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ഓർ ടു, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, ഇതൊക്കെയാണ് മൊഡാൽസ്. സോ ഇതെല്ലാം ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം ക്ലോസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ലൈക്ക് യു വിൽ ഹാവ് MCQs. സോ ദേ അപ്പിയർ വിത്തിൻ ദ പാസേജ്. ചിലപ്പം എറേഴ്സ് കാണും. യു വിൽ ഹാവ് ടു ഫിഗർ ഔട്ട് വാട്ട് ഇസ് ദ മിസ്റ്റേക്ക്. അല്ലെങ്കിൽ സെന്റൻസ് കറക്ഷൻ, ക്ലോസ് ടെസ്റ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആകാം. ഇത് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസിൽ മൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ലൈക്ക് ഹി സെഡ് ദാറ്റ് ഹി മൈറ്റ് ബി ഏബിൾ ടു ഗെറ്റ് മീ ഔട്ട് ഓഫ് ദ ട്രബിൾ. ഓക്കെ, എന്ന് ഉള്ള സെന്റൻസിൽ ലൈക്ക് വാട്ട് ഇസ് ദ ഇൻഫറൻസ് എന്നുള്ള രീതിയിൽ. I'm just giving you a very rough sample here, by the way. So you'll have 4 options and you'll have to figure out what is that sentence mostly meaning, അല്ലെങ്കിൽ ഏത് മീനിങ് ആണ് അതിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. And you'll have to figure that out. That is basically inference questions. Okay. And then active and passive voice, direct and indirect speech. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ you will have this in the passage. അതിനകത്ത് എന്തെങ്കിലും എറർ കൊടുത്തിട്ടുള്ള രീതിയിലായിരിക്കും. You might have a question or it may be like sentence correction, അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസിലെ പാസീവ് വോയിസ് ആക്കിയിരിക്കുന്ന ഓപ്ഷൻ, കറക്റ്റ് ആയിട്ട് പാസീവ് വോയിസ് ആക്കിയിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്, ഓർ ലൈക്ക് ദി അതർ വേ അറൗണ്ട്. ലൈക്ക് ഇതാണ് റിപ്പോർട്ടഡ് രീതിയിലാണ് ലെറ്റ്സ് സേ യു ഹാവ് ഇറ്റ് ഇൻ ദ പാസേജ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയറക്റ്റ് സ്പീച്ച്, അതായത് ഡയലോഗ് ഇന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് യു മേ ഹാവ് ഓപ്ഷൻസ് ആൻഡ് യു ഹാവ് ടു ചൂസ് ഔട്ട് ഓഫ് ദി ഓപ്ഷൻസ്. ആൻഡ് വെർബൽ എബിലിറ്റി, ഈ പറഞ്ഞതിൽ ഈ ഒരു കാര്യവും ലൈക്ക് യു വിൽ നോട്ട് ഹാവ്, നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് കാണില്ല. ദിസ് ഇസ് ഓൾ ഫ്രം ദ പാസേജ്. സോ നിങ്ങൾ ലൈക്ക് ആ ഒരു പാസേജിലെ തന്നെ ഇറ്റ്സ് ക്ലോസ്ലി ട്രൈ ടു ദ കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി, ലൈക്ക് ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ പാസേജ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വെർബൽ എബിലിറ്റി ഒക്കെ വരുന്നത്. വെർബൽ എബിലിറ്റി വൺസ് അഗൈൻ ബേസ്ഡ് ഓൺ പിക്കിംഗ് ഔട്ട് ദ റൈറ്റ് വേർഡ്. ഓക്കെ, ഒരു കപ്പിൾ ഓഫ് വേർഡ്സ് കാണും, അതിൽ വിച്ച് perfect, like which word will be effective or most effective in this particular sentence എന്നുള്ള രീതിയിലേക്ക്. ഓക്കെ, സോ vocabulary ബിൽഡ് ചെയ്യേണ്ടത് ഇതിനാവശ്യമാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫൈൻഡിങ് സിംഗിൾ വേർഡ്സ് ഫോർ എ ഫ്രേസ് ഇൻ ദ പാസേജ് ഓർ വൈസ് വേഴ്സ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഏതൊരു പാസേജിൽ നിന്നൊരു ഒരു പാർട്ടായിരിക്കും തരുന്നത്, ഓർ യു വിൽ ഹാവ് എ സിംഗിൾ വേർഡ് ഫ്രം ദ പാസേജ്, and then you will have to figure out which word is best suitable for the phrase, or which phrase is best suitable for the word in order to replace that word or phrase in the passage. You'll have the options. And then verbal analogies, like word relationship question. So ഇത് verbal analogy ഫുള്ള് നിങ്ങൾക്ക് പാസേജിൽ നിന്ന് തന്നെ ആയിരിക്കില്ല, പക്ഷെ verbal analogy ഒക്കെ എടുക്കുന്ന കാര്യങ്ങൾ പാസേജിലായിരിക്കും. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ verbal analogy എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈക്ക് ലെറ്റ്സ് സേ നമ്മള് പണ്ട് പഠിക്കില്ലായിരുന്നോ, ലൈക്ക് മാൻ ഇസ് ടു വുമൻ, സോ ബോയ് ഇസ് ടു ഗേൾ. സോ അങ്ങനത്തെ കണക്ഷൻസ് ഇല്ലേ, അതാണ് വെർബൽ അനാലജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ബേർഡ്, ഓക്കെ, ലെറ്റ്സ് സേ റാബിറ്റ് ഹോപ്സ്, ബേർഡ് ഫ്ലൈസ്. സോ അങ്ങനെ നമ്മൾ കണക്ഷൻ കണ്ടുപിടിക്കുന്നതാണ് വെർബൽ അനാലജീസ്. ഇതും പാസേജിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ എടുക്കുന്നത്. അതിന്റെ കണക്ഷൻ പക്ഷെ നമ്മൾ ചിലപ്പോൾ പാസേജ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ വളരെ ഈസിലി നമുക്ക് അറിയാവുന്ന ടൈപ്പ് അനാലജി ആയിരിക്കും കൊടുക്കുന്നത്. അതാണ് വെർബൽ അനാലജി. സോ ഐ ഹോപ്പ് ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ടോപ്പിക്സിനെ എല്ലാം പല പല സെക്ഷൻസ് ആക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാവത്തക്ക രീതിയിൽ കാറ്റഗറൈസ് ചെയ്തെടുത്തതാണ് ഈ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us look at passages and question types. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്, ക്ലാറ്റിൽ വരുന്നതെന്നുള്ളത് നോക്കാം. ഓൾറെഡി പറഞ്ഞു എല്ലാം റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഔട്ട് ഓഫ് ദീസ് വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്പ്? നിങ്ങൾക്ക് കോംപ്രിഹെൻഷൻ, ഡയറക്റ്റ് കോംപ്രിഹെൻഷൻ, അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ അവിടെ കാണും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്,
ലൈക്ക് നമ്മൾ സാറിന് പറയില്ലേ, ലൈക്ക് ഒരു ഒരു പാസേജിൽ ഒരു സെന്റൻസ് കാണും, ദേ ഹാഡ് ദാൽ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, വാട്ട് ഡിഡ് ദേ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ദാൽ, സമോസ. ഓക്കെ, സോ അങ്ങനത്തെ ഓപ്ഷൻസ് ആകാം. ലൈക്ക് ഡയറക്റ്റ് കോംപ്രിഹെൻഷൻ. And then we've got inference based question. നമുക്കൊരു ക്വസ്റ്റ്യൻ കാണും, സോറി, നമുക്ക് പാസേജിൽ ഒരു ഐഡിയ കാണും, and then there will be question based on it. നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഐഡിയ നമ്മൾ മനസ്സിലാക്കി കണ്ടുപിടിക്കണം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്ത് കാണില്ല. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ദാറ്റ് ഇസ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. വീവ് ഗോട്ട് വൊക്കാബുലറി ഇൻ കോണ്ടെക്സ്റ്റ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ, ടോൺ ആൻഡ് പർപ്പസ്, സമ്മറി ഓർ മെയിൻ ഐഡിയ. ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടു. നേരത്തെ കണ്ടത് ടോപ്പിക്സും അത് എങ്ങനെ ക്വസ്റ്റ്യനിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ ടൈപ്സ് ബേസ് ചെയ്തിട്ട് മാത്രമാണ്. ഓക്കെ, സോ first one, comprehension. So here you're reading in order to understand the passage. Okay, ഡയറക്റ്റ്, ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. സോ യുൽ ഹാവ് ടു ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ ഫാക്ട്സ്, ഫ്ലോ ഓഫ് ഐഡിയാസ് ആൻഡ് ഓതേഴ്സ് ആർഗ്യുമെന്റ്സ്. ഇതൊക്കെ ആയിരിക്കും ബേസിക്കലി കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനിൽ. സോ ലൈക്ക് വാട്ട് ഇസ് ഓതേഴ്സ് മെയിൻ പോയിന്റ്, ഓർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അക്കോർഡിംഗ് ടു ദ പാസേജ്. സോ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് പാസേജ് മനസ്സിലാക്കി ഡയറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് സെൻറ്റൻസ് കാണും, ഓപ്ഷൻസ് കാണും, യു വിൽ ഹാവ് ടു ചൂസ് ഇറ്റ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് മൈൻഡ് ചെയ്യേണ്ടത്, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം ക്വസ്റ്റ്യൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അക്കോർഡിംഗ് ടു ദ പാസേജ് ആയിരിക്കാം, ഇസ് നോട്ട് ട്രൂ അക്കോർഡിംഗ് ടു ദ പാസേജ് ആയിരിക്കാം. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ വെരി ക്ലിയർ അബൌട്ട് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ ക്വസ്റ്റ്യൻ. Okay, so ഇവിടെ something that you will have to do is to make sure that you are highlighting the keywords as you read. Okay, very important. മനസ്സിലാക്കി വായിച്ചു പോവുക, ചുമ്മാ ഓടിച്ചിട്ട് വായിക്കുകയല്ല. മനസ്സിലാക്കി വായിച്ചു പോവുക ഇങ്ങനത്തെ ക്വസ്റ്റ്യന്. മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് thoroughly. And if let's say you have a very long sentence, അതും വളരെ കോമൺ ആണ്. Let's say you have a sentence with multiple parts, നിങ്ങൾക്ക് കോമാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള വലിയൊരു സെന്റൻസ് ഉണ്ടെന്ന് വെച്ചു. സോ അങ്ങനത്തെ കേസിൽ ആ സെന്റൻസ് ചിലപ്പോൾ ഷഫിൾ ആയിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ അണ്ടർസ്റ്റാൻഡ് ദി ഓർഡർ ഓഫ് ഇവന്റ്സ് വിത്തിൻ ദ സെന്റൻസ്. ആ ഒരു ഫുൾ സെന്റൻസിൽ എന്താണ് ആദ്യം, അല്ലെങ്കിൽ ഏത് രണ്ട് പാർട്ടാണ് ഡയറക്ട്ലി കണക്ട് ആവുന്നത്, അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ആയിരിക്കാം രണ്ട് കോമയുടെ ഇടയിൽ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത്. അവിടെ കൺഫ്യൂസ് ആവരുത്. മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദ ഇൻസിഡന്റ് ക്ലിയർലി. ആ സെന്റൻസ് കറക്റ്റ് ഓർഡറിൽ എങ്ങനെയാണ് ആ സെന്റൻസ് വരേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഒരു വലിയ സെന്റൻസിനെ പാർട്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ ഒരൊറ്റ സെന്റൻസിനെ ഡയറക്റ്റ് പലവട്ടം വായിച്ചു നോക്കി മനസ്സിലാവുന്നില്ലെങ്കിൽ ഇറ്റ്സ് മച്ച് മോർ ഈസി ഇഫ് യു ആർ ബ്രേക്കിംഗ് ഡൗൺ ഇറ്റ് ഇൻ ടു പാർട്സ്. മിക്കവാറും കോമ കാണും, ആ കോമ വെച്ചിട്ട് തന്നെ നിങ്ങൾ പാർട്സ് ആയിട്ട് മനസ്സിലാക്കി കണ്ടുപിടിക്കുക ആ സെന്റൻസിൽ തന്നെ ഏത് ഓർഡറിലാണ് ഇൻസിഡന്റ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനത്തെ ഓർഡറിൽ നമ്മൾ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണും. സോ ഇത് ഞാൻ ജസ്റ്റ് ഐഡിയ റഫായിട്ടൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെ ലോങ് ആയിട്ടുള്ള സെന്റൻസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആൻഡ് ദെൻ ഓൾവേസ് റിമെമ്പർ, സി വെനവർ ഇറ്റ് കംസ് ടു ടെസ്റ്റ് ലൈക്ക് ലാബ്, നിങ്ങൾ അസംഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓക്കെ. ഓക്കെ, അതല്ല എന്നുള്ള കേസിൽ ഒരുമാതിരി ക്വസ്റ്റ്യൻസ് എല്ലാം, ഒരു 98% ക്വസ്റ്റ്യൻസും ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പാസേജ്. So it's try not to get like out of the passage to get your answers. Look into the passage itself, you will have your answers there. അതല്ല assumptions based question ആണെങ്കിൽ എന്നാലും you have to look at the passage, understand what is given in the passage and only then assume. Okay, എന്നിട്ടായിരിക്കണം നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു 2% ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുള്ളൂ, ബാക്കി 98% you have the answers directly in the passage itself. Okay, you have to learn to identify those. So that is comprehension questions where you are reading to understand from the passage. Okay, next type is inference kind of questions. So this is where you have to read between the lines. Read between the lines എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പറയാതെ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ഉണ്ട്, അതിൽ ഐഡിയ ഇന്റന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കാണില്ല. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻസ് like you have to answer based on the unstated but implied ideas. Okay, what can be inferred from the passage, or which assumption does the author make? ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ നിങ്ങൾ അസ്യൂം ചെയ്യാവുള്ളൂ. ബട്ട് ദെൻ വൺസ് അഗൈൻ യു ഹാവ് ടു അസ്യൂം ബേസ്ഡ് ഓൺ വാട്ട് എവർ ഇസ് ഗിവൻ ഇൻ ദ പാസേജ്. അല്ലാതെ ചുമ്മാ ചാടിക്കറി അസ്യൂം ചെയ്യല്ല, ചുമ്മാ വേർഡ്സ് കണ്ട് അസ്യൂം ചെയ്യാറ്. ദാറ്റ്സ് ദ മെയിൻ ഐഡിയ ഹിയർ. യു വിൽ ഹാവ് ടു സ്റ്റിൽ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പാസേജ് ആൻഡ് ദെൻ assume or infer. So here you will have to look for the tone or the intent in the passage. You will have to make sure that
ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുമ്പോൾ നിങ്ങൾ ആ പാസേജ് വായിച്ചത് വെച്ചിട്ട് യു വിൽ ഹാവ് എൻ ഐഡിയ ആസ് ടു വിച്ച് ഓഫ് ദീസ് ഓപ്ഷൻസ് ഡസ് നോട്ട് മാച്ച് ദ പാസേജ് അറ്റ് ഓൾ. അങ്ങനത്തെ ഓപ്ഷൻസ് ആദ്യം നെഗേറ്റ് ചെയ്ത് കളയുക. ഓക്കെ, എന്നിട്ട് എക്സിസ്റ്റിംഗ് ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ പാസേജ് കമ്പയർ ചെയ്ത് നോക്കുക. സോ ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ഡു ദിസ്. ഓക്കെ, ആൻഡ് ദെൻ ഓൾവേസ് മേക്ക് ഷുവർ that you do understand the difference between fact and opinion. ഒരു പാസേജിൽ തന്നെ ഫാക്ട്സ് കാണും, ഒപ്പീനിയൻ കാണും. ഓക്കെ, അല്ലെങ്കിൽ ആ പാസേജ് തന്നെ ചിലപ്പം ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആകാം, അതല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ്ലി ഫാക്ച്വൽ ആയിട്ടുള്ള പാസേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. സോ ഇങ്ങനത്തെ കേസിലൊക്കെ യു വിൽ ഹാവ് ടു എൻഷുർ ദാറ്റ് യു ഡു റിയലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ട് ആൻഡ് ഒപ്പീനിയൻ. And then we have critical reasoning. So ഇവിടെ നിങ്ങൾ ആർഗ്യുമെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ആർഗ്യുമെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ആസ് ഇൻ നിങ്ങൾ എന്താണ് ലൈക്ക് ഒരു നേരത്തെ പറഞ്ഞിരുന്നു ആർഗ്യുമെന്റ് തരം, ലൈക്ക് യു ഹാവ് ടു ഫിഗർ ഔട്ട് ഇഫ് ദ ഗിവൺ ഓപ്ഷൻസ് വിൽ സ്ട്രെങ്തൻ ദി ആർഗ്യുമെന്റ് ഓർ വീക്കൻ ദി ആർഗ്യുമെന്റ്. ഓക്കെ, അല്ലെങ്കിൽ എസംഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഓർ ഇറ്റ് ക്യാൻ ബി ലൈക്ക് ലോജിക്കൽ ഫ്ലോ. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഒരു സെന്റൻസ് തന്നിട്ട് അതിന്റെ താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരും. ഇതിൽ ലോജിക്കലി ഈ സെന്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? ഓക്കെ, അല്ലെങ്കിൽ ഈ സെന്റൻസ് ബേസ് ചെയ്തിട്ട് ലോജിക്കലി ഫ്ലോ ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സോ അങ്ങനത്തെയൊക്കെയാണ് ഡിറ്റക്ടിങ് ലോജിക്കൽ ഫ്ലോസ്. ആൻഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ടൈപ്പ് വൊക്കാബുലറി ഇൻ കോണ്ടെക്സ്റ്റ്. സോ ഇത് ആസ് ഐവ് ഓൾറെഡി മെൻഷൻ, നിങ്ങൾക്ക് ഒരു കോണ്ടെക്സ്ച്വലി ആണ് നിങ്ങൾ വൊക്കാബുലറി ഇതിൽ എടുക്കേണ്ടത്. സോ ഒരു ലെറ്റ്സ് സേ വാട്ട് എവർ ക്വസ്റ്റ്യൻ യു ഗെറ്റ്, വാട്ട് എവർ വേർഡ്സ് യു ഗെറ്റ്, ചിലപ്പോൾ ആ ഓപ്ഷൻസിലുള്ള പല വേർഡ്സും ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ വേർഡുമായിട്ട് നല്ല മാച്ച് ആയിരിക്കും. ബട്ട് ദെൻ യു ഹാവ് ടു മേക്ക് ഷുവർ that it matches the context. Okay, so what does this word or phrase mean as used in the passage? Or replace a word with another phrase or word from the passage. Options കാണും, but then once again you have to look at the context in order to get your answers right. Okay, and then tone. ഇതും പറഞ്ഞു, here you have to look at the author's intent. ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ടോൺ ആണോ, സർക്കാസ്റ്റിക് ആയിട്ടുള്ള ടോൺ ആണോ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടോൺ ആണോ, അതോ എന്തെങ്കിലും ആനലൈസ് ചെയ്യുകയാണോ? ഓക്കെ, അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. പേർപ്പസ് ആകാം, അതായത് ഇസ് ദിസ് പാസേജ് റിട്ടൺ ഇൻ ഓർഡർ ടു പെർസുവേഡ് സമ്മൺ, അതോ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി എഴുതിയ പാസേജ് ആണോ, അതല്ല ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി എഴുതിയ പാസേജ് ആണോ? അതാണ് പേർപ്പസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സെൻട്രൽ തീം ഓർ മെയിൻ ഐഡിയ. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്സും ക്വസ്റ്റ്യൻ ടോപ്പിക്സും. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ഒന്നുകൂടെ, ഓതേഴ്സ് ഇന്റന്റ്, കോണ്ടെക്സ്ച്വൽ വൊക്കാബുലറി നോക്കുന്നു, evaluating arguments, and reading between lines, reading for understanding. So these are the main things that you have to focus on while you are looking at your passages for your CLAT. Hope this is clear. If at all any doubts, please ask them in the comments. We'll be happy to help you. Happy learning. Bye and take care.